ഹായ് ഗൈസ്, ഇന്ന് രാവിലെ തന്നെ ഞാൻ കട വരെ പോയതായിരുന്നു കേട്ടോ. എനിക്കെന്തെങ്കിലും രാവിലെ കഴിക്കാൻ തോന്നി, എന്തെങ്കിലും ഇങ്ങനെ കടിച്ച് മുടിച്ച് തിന്നാനായിട്ട്. അപ്പോൾ ഞാൻ രാവിലെ തൊട്ടടുത്തൊരു കടയുണ്ട്, കുഞ്ഞുപ്പാക്കാൻ്റെ കട എന്ന് പറഞ്ഞൊരു ചെറിയ കട. അപ്പോൾ അവിടം വരെ പോയി എന്തെങ്കിലും കിട്ടുമോ നോക്കി. അവിടെ ചെന്നിട്ട് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചാൽ പോയത്. കടയിൽ ചെന്നപ്പോൾ കടയിൽ കഴിക്കാനുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നോമ്പിൻ്റെ സമയമല്ലേ മുസ്ലിംസിൻ്റെയൊക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവരുടെ കടയിൽ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അതെനിക്ക് ഭയങ്കര സങ്കടമായി പോയി. ഞാൻ പിന്നെ ഹോസ്റ്റലിൽ വന്നിട്ട് നേരെ ഒരു ചായ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുപ്പത്ത് ചായപാത്രം വെച്ച് വെള്ളം ഒഴിച്ച് ചായപ്പൊടി ഇട്ട് ചായ തിളയ്ക്കുന്നത് നോക്കി കുറേ നേരം നിന്നു. പിന്നെ ചായ ഒരു കപ്പിലേക്ക് മാറ്റി ഞാൻ കുടിക്കാനെടുത്തു കേട്ടോ. ഭയങ്കര ആസ്വദിച്ചാണ് ഞാൻ കുടിക്കുന്നത്. പക്ഷെ അന്നേരം ഞാൻ ആ സത്യം മനസ്സിലാക്കി, ചായക്ക് കയ്പ്പ് കൂടുതലാണ്. ഞാനുള്ള ചായപ്പൊടി മൊത്തം കുടഞ്ഞിട്ടില്ലേ, പിന്നെ അങ്ങനെ കഴിക്കാണ്ടിരിക്കും. ഇനി എന്ത് ചെയ്യും, കുറച്ച് പഞ്ചസാര ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലേ. അങ്ങനെ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് നോക്കി. പഞ്ചസാര ഇട്ടിട്ടൊന്നും സെറ്റാകാത്തതുകൊണ്ട് ഞാൻ പിന്നെയും ചായ ഒന്നോടെ തിളപ്പിച്ചു കേട്ടോ. കുറച്ചുകൂടി വെള്ളമാക്കി ഒഴിച്ച് വീണ്ടും തിളപ്പിച്ച് വീണ്ടും ചായ എടുത്ത്. എന്ത് ചെയ്യാനാ. രണ്ടാമത്തെ ചായ എന്തായാലും പാളിപ്പോയില്ല, അത്യാവശ്യം നല്ല ചായയായിരുന്നു. കുടിച്ചപ്പോൾ തന്നെ എന്നത്തെ പോലെ കയ്പ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എപ്പോഴും ചായ ഇടുമ്പോൾ അങ്ങനെ ഫ്ലോപ്പായി പോകുന്നതല്ല കേട്ടോ. ഇന്നെന്തോ കയ്പ്പിത്തിരി കൂടിപ്പോയി. ഈ ചായ കുഴപ്പമില്ല കണ്ടോ, ഞാൻ ആസ്വദിച്ച് കുടിക്കുന്നത്. പിന്നെ ആ ചായം പിടിച്ച് കണ്ണാടിൻ്റെ മുമ്പിൽ പോയിരുന്നു കുറേ നേരം ഷോ കാണിച്ച്. അത് കഴിഞ്ഞിട്ട് ആ ചായം പിടിച്ച് ജനലിൻ്റെ അടുത്ത് വന്നിരുന്ന് ആസ്തറ്റിക്കാന്നും പറഞ്ഞ് നിന്നപ്പോഴേ എൻ്റെ റൂമിൽ ചേച്ചി പറഞ്ഞ് അവൾ തുടങ്ങി. പിന്നെ ചേച്ചിക്കൊരു കമ്പനിക്കാരെ കൂടി കിട്ടിയതോടെ തീർന്ന്. പിന്നെ ഞാൻ എയറിലാണല്ലോ, രണ്ടുപേരും കൂടെ ട്രോളോട് ട്രോളായിരുന്നു കേട്ടോ. ഒത്തിരി നേരം ഞാൻ അവിടെ നിന്നില്ല. പെട്ടെന്ന് തന്നെ ടൈം ഒത്തിരി ആയല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ പോയി റെഡിയാവാൻ തുടങ്ങി. പോയി കുളിച്ചു, ഫ്രഷായിട്ട് വന്നു. അങ്ങനെ ഇന്നത്തെ ഡേ കഴിഞ്ഞു. ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാവാണ് കേട്ടോ. കുളിച്ച് റെഡിയായിട്ട് ഞാൻ വന്നു. ഇനി പയ്യെ പുട്ടിടിക്കാൻ തുടങ്ങാം. ആദ്യം മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് പുട്ടപ്പ് ചെയ്യണം. നമുക്ക് ഹോസ്പിറ്റൽസിൽ അങ്ങനെയാണല്ലോ, നഴ്സുമാർക്ക് എല്ലാവർക്കും പുട്ടപ്പ് ചെയ്യണം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പുട്ടപ്പ് ചെയ്യാനേ ഇഷ്ടമല്ല. പോണിറ്റെയിൽ വല്ലതായിരുന്നേ അടിപൊളിയായിരുന്നല്ലേ. എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അതുകൊണ്ട് ഒരുപാട് ക്രീമും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെറുതെ വാരി തൂക്കാറില്ല. എന്തെങ്കിലും തൂക്കുക, അറ്റ്ലീസ്റ്റ് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചാൽ പോലും പിറ്റേ ദിവസം എൻ്റെ മുഖത്ത് നിറയെ പിമ്പിൾസ് ആവും. അതും ചെറിയ 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 ചൂടുകുരു പോലത്തെ കുരുക്കൾ. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ ഞാൻ ഇത്ര മേക്കപ്പ് ചെയ്യാറുള്ളൂ. ജസ്റ്റ് കണ്ണെഴുതുക, കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടുക, ഒരു കുഞ്ഞു പൊട്ട് കുത്തുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒത്തിരി മേക്കപ്പ് ഇട്ടൊരു ഫീലാണ്. പക്ഷേ ഇതെനിക്ക് കംഫർട്ടബിളാണ്, ഇത് മതി. പിന്നെ ഒരു മെയിൻ ഐറ്റം ഉണ്ട് കേട്ടോ, രണ്ട് സൈഡിലെ മുടി ഇച്ചിരി ചെയ്തെടുത്തിട്ട് ഫ്രണ്ടിലേക്കിടും. അത് സ്ട്രെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന മുടിയൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ കുളിച്ചൊക്കെ കഴിയുമ്പോൾ ഫ്രണ്ടിലത്തെ മുടി നനയുമല്ലോ, അന്നേരം ആ രണ്ട് സൈഡിലെ മുടി എടുത്തിട്ട് ഫ്രണ്ടിലേക്കിടും. കുറച്ച് നേരം കഴിഞ്ഞ് മുടി ഉണങ്ങി കഴിയുമ്പോൾ ഇത് ചുരുണ്ട് കിടക്കും. അന്നേരം ഭയങ്കര ബോറുമാവും. പിന്നെ ഈ വാച്ച് ഓടത്തിലിങ്ങനെ കൈ കെട്ടുന്നത് നല്ല അടിപൊളി വാച്ചാണ് കേട്ടോ. പണ്ട് നന്നാക്കാൻ വേണ്ടി കടയിൽ കൊണ്ട് കൊടുത്തപ്പോൾ കടയിലെ ചേട്ടൻ പറഞ്ഞു, ഈ വാച്ചിന് എന്തായാലും നന്നാക്കി എടുക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇത് ഭയങ്കര വിലയുള്ള വാച്ചാണ്, പണ്ടത്തെ വാച്ചാന്ന് പറഞ്ഞു. അതിൽ പിന്നെ ഞാൻ ആ വാച്ച് കളഞ്ഞില്ല, അത് സൂക്ഷിച്ചു വെച്ച് എവിടെ പോയാലും ഈ വാച്ച് ഇടത്തുള്ളൂ. പിന്നെ ഐ ഡി കാർഡ്, ഇത് പിന്നെ ഈ ഇടയ്ക്കാണ് എനിക്ക് റെഡിയാക്കി കിട്ടിയത്, അത് വിട്ടു. പിന്നെ എപ്പോഴും പോക്കറ്റിൽ കാണും ഒരു ടവൽ, ആ ടവലും എടുത്തു. ഇത്രേ ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഗൈസ്. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആയി. ഇനി ടച്ചപ്പ് അവിടെ ഇവിടെ ഓക്കെ ആണോ, രണ്ട് റീൽസോ രണ്ട് ഫോട്ടോയോ സ്നാപ്പോ ആസ്തറ്റിക്കോ എന്തെങ്കിലും എടുത്തിട്ട് ഇനി പോകാൻ നോക്കണം. നമ്മൾ പോകാൻ റെഡിയായിട്ട് ഇറങ്ങി ഗൈസ്. ഇന്നലെ രാത്രി ഞങ്ങളുടെ അവിടെ ക്യാൻറ്റീനിലൊരു കടയുണ്ട്, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തൊട്ട് താഴെ ഒരു കടയുണ്ട്, ഒരു മെസ്സാട്ടോ. അപ്പം അവിടുത്തെ പുഷ്പ എന്ന ചേച്ചിയുടെ അടുത്ത് ഞാൻ കഞ്ഞി വാങ്ങിയായിരുന്നു. എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ പാത്രം ഇതൊക്കെ കഴുകി കൊണ്ടുപോവുക ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി. വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. വണ്ടി വന്നിട്ട് വേണം നമുക്ക് ഡ്യൂട്ടിക്ക് പോവാൻ. നല്ല വെയിലാണ്, എനിക്ക് പറ്റില്ല ഈ ചൂട് കൊള്ളാം. എന്തൊരു ചൂടാണ് ഇവിടെ. അങ്ങനെ ഇരിക്കാതെ ലെറ്റ്സ് സിറ്റ് ഹിയർ. നല്ല രസമുണ്ടല്ലേ കാണാൻ, വലിയ സെറ്റപ്പില്ലേലും. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂടെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിക്ക് ക്രാവിങ്സ് അടിച്ചിട്ട് ചേച്ചി സംഭാരം ഓർഡർ ചെയ്തു. സംസാരം വന്ന കുടം കണ്ടോ ഗൈസ്. എനിക്കിത് കണ്ടപ്പോൾ മറ്റേ കടിക്കിട്ട് വറുത്തൊരു പാട്ടാണ് ഓർമ്മ വന്നത്.
ഞാനും അത് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ വ്ളോഗ്. ടാറ്റാ ബൈ ബൈ.